നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ ജയിലിൽ വെച്ച് ഈയിടയ്ക്ക് പറഞ്ഞ ഒരു ആഗ്രഹമുണ്ട്. തൻ്റെ മാതാപിതാക്കളെ തനിക്ക് കാണണം. താൻ ചെയ്തത് തെറ്റാണെന്ന് തനിക്ക് മനസ്സിലായി. മാതാപിതാക്കളെ കാണാനുള്ള അതിയായ ആഗ്രഹം മുന്നോട്ട് വെച്ചിരുന്നു അഫാൻ. പക്ഷേ അഫാൻ്റെ ആ ആഗ്രഹം നടക്കില്ല. കാരണം റഹീം, അതായത് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം തുടക്കം മുതൽ സ്വീകരിച്ച നിലപാട് തനിക്ക് അഫാനെ കാണേണ്ട, തനിക്ക് അവനോട് പൊരുത്തപ്പെടാൻ സാധിക്കില്ല, തനിക്ക് അവനെ യാതൊരു രീതിയിലും കാണാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. പക്ഷേ ഉമ്മയാകട്ടെ തുടക്കം മുതൽ മകനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു, അവനെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ പിന്നീട് മകനെതിരെ മൊഴി നൽകി. ഇപ്പോൾ അമ്മയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ ഏതാണ്ട് ഭേദമായി വരികയാണ്. ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ചു. അമ്മയുടെ പ്രതികരണവും ഏറെ നിർണായകമായി മാറിയിരിക്കുകയാണ്. മകനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. മകൻ കാരണം ജീവിതം തകർന്നു. പോട്ടെ, ഏറ്റവും ഇളയ മകനെ മകൻ കൊലപ്പെടുത്തി. അത് ഏറെ വലിയ നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മകനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഉമ്മ ഷെമിയും പറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും അബ്ദുൾ റഹീമും ഷെമീനയും അഫാനെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജയിലിൽ കിടന്ന് താൻ മാതാപിതാക്കളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന അഫാന്റെ ആ ആഗ്രഹം ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഷെമീന ഈ ദിവസങ്ങളിൽ നടത്തിയിരിക്കുന്നത്. അന്നത്തെ ദിവസത്തെ പറ്റി ഒന്നും ഓർമ്മയില്ല. ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു ചോദ്യം, അതായത് കടത്തിന്മേൽ കടത്തിൽ ഇവർ നിൽക്കുന്നു. അപ്പോൾ പെട്ടെന്നൊരു ആക്രമണത്തിലേക്ക് അഫാൻ തിരിഞ്ഞത് എന്തിനാണ്? അല്ലെങ്കിൽ ഈ ആക്രമണം നടക്കുന്നതിന് തൊട്ട് മുൻപ് ആ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചോ? എന്തെങ്കിലും വഴക്കുണ്ടായോ? വഴക്കിന്മേലുണ്ടായ പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് ചെയ്തു കൂട്ടിയതാണോ? അതായത് ആദ്യം ഉമ്മയാണല്ലോ ആക്രമിക്കുന്നത്. അപ്പോൾ ഉമ്മയെ ആക്രമിക്കാൻ പാകത്തിന് എന്താണ് അവിടെ ഉണ്ടായത്? അതിന് തൊട്ട് മുന്നേ എന്താണ് അവിടെ സംഭവിച്ചത്? ഈ ചോദ്യം വളരെ ശക്തമായിരുന്നു. അതായത് ആ വീട്ടിൽ വഴക്കുണ്ടായോ എന്നൊരു ചോദ്യം ശക്തമായിരുന്നു. എന്നാൽ ഉമ്മ ഇപ്പോൾ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അത്തരത്തിൽ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രതികരിച്ചിരിക്കുന്നത്. വഴക്കൊന്നും വീട്ടിൽ ഉണ്ടായിട്ടില്ല. മകനെ സ്കൂളിൽ വിട്ടു, പിന്നീട് ഇവൻ ഉപദ്രവിക്കുന്നു, അതിനുശേഷമുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്നാണ് ഈ മാതാവ് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് കാലത്ത് തന്നെ മകനെ സ്കൂളിൽ വിട്ട കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ. വൈകുന്നേരം പോലീസ് എത്തി ജനൽ തുറക്കുന്നതാണ് പിന്നീട് ഓർമ്മയിലുള്ളത്. സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ബാങ്കിലും പലിശയ്ക്കെടുത്തതുമൊക്കെയായി 25 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്. ലോൺ ആപ്പിൽ നിന്ന് അഫാൻ കടമെടുത്തിരുന്നു. ഏതൊക്കെ ആപ്പിൽ നിന്നാണ് എന്ന് തനിക്ക് അറിയില്ല. സന്ധ്യയ്ക്ക് അവനെ വിളിച്ചിരുന്നു, പിറ്റേന്നും വിളിച്ചിരുന്നു. അങ്ങനെയാണ് ലോൺ ആപ്പിൽ നിന്നും പണമെടുത്ത കാര്യം അറിയുന്നത്. തിരിച്ചടയ്ക്കാൻ പൈസ റോൾ ചെയ്യുകയും ഭർത്താവ് അയക്കുന്ന പണമൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. മാത്രമല്ല അഫാൻ പറഞ്ഞിരുന്നത് ഇവർ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ പദ്ധതി ഇട്ടിരുന്നു എന്നാണ്. മാത്രമല്ല ഈ ഒരു കൊലപാതകങ്ങൾക്ക് ശേഷവും എലിവിഷൻ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന ഒരു വെളിപ്പെടുത്തൽ അഫാൻ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഉമ്മ പറയുന്നത് നേരത്തെ ആത്മഹത്യാ പ്രവണതകളൊന്നും അഫാൻ കാണിച്ചിരുന്നില്ല എന്നാണ്. ലത്തീഫുമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു. വീട് വിൽക്കണമെന്നായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. കുറച്ചുകൂടി കഴിയട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞു. അതാണ് വളരെ പ്രശ്നത്തിലേക്ക് നയിച്ചത്. ഫർസാനയുമായുള്ള ബന്ധത്തെക്കുറിച്ചും ഉമ്മ പ്രതികരിക്കുന്നുണ്ട്. ഫർസാനയുമായുള്ള കല്യാണത്തിന് കുടുംബം എതിർപ്പൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല. അവരുടെ ഇഷ്ടമെന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. കടമുണ്ടായിരുന്നത് എനിക്കായിരുന്നു, അഫാൻ അല്ലായിരുന്നു. കടം തീർക്കണമെന്ന് അവനോട് പറഞ്ഞിട്ടില്ല. വസ്തു വിറ്റ് കടം തീർക്കാമെന്ന് ഞാൻ അവന് വാക്ക് കൊടുത്തിരുന്നു. 44,000 രൂപ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് ബാങ്കിൽ നിന്ന് അന്ന് നോട്ടീസ് വന്നു. അതായത് ഈ ആക്രമണം നടക്കുന്ന ദിവസങ്ങളോടനുബന്ധിച്ച് നോട്ടീസ് വന്നിരുന്നു. ജപ്തിക്കുള്ള നോട്ടീസ് വാങ്ങി ഒപ്പിട്ട് കൊണ്ടുപോയി. ഈ വെളിപ്പെടുത്തലടക്കം മാതാവ് നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഇടയ്ക്കുണ്ടായ, അതായത് അബ്ദുൾ റഹീം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്, ഈ നെടുമങ്ങാടുള്ളൊരു ബാങ്കിൽ നിന്ന് നിരന്തരം ഇവർക്ക് ഭീഷണി, അല്ലെങ്കിൽ ഈ വാങ്ങിയ പണം വേഗത്തിൽ തന്നെ തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നിരന്തരം ഭീഷണിയും അതുപോലെ തന്നെ കോളുകളും വന്നുകൊണ്ടേയിരുന്നു എന്നതടക്കമുള്ള ഒരു ആരോപണം ഉയർന്നിരുന്നു. എന്തായാലും അതും ജപ്തിക്കുള്ള ഒരു നോട്ടീസ് ഷെമിയെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങി കൊണ്ടുപോയി എന്ന ഒരു വെളിപ്പെടുത്തലും ഉണ്ടായിരുന്നു. ജപ്തിക്കുള്ള നോട്ടീസ് വാങ്ങി ഒപ്പിട്ട് കൊണ്ടുപോയി എന്നിപ്പോൾ ഷെമിയും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആക്രമണം ഉണ്ടായ സമയത്ത് ഓർമ്മയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മാത്രം ഉമ്മ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് അഫാൻ തൻ്റെ കഴുത്ത് ഞെരിച്ച് ഉമ്മച്ചി മാപ്പ് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയായിരുന്നു എന്ന് ശരിക്കും ഓർമ്മയില്ല. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ പോയി ഫർസാനെ വിളിച്ചു വരാം, ഉമ്മച്ചി ആശുപത്രിയിൽ കൊണ്ടുപോകാം എന്ന് അവൻ പറയുന്നത് തനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെയാണ് ഷെമിക്ക് അന്ന് നടന്ന ആ ക്രൂര സംഭവം, അല്ലെങ്കിൽ ആ കൊടും ക്രൂരത നടന്ന ദിവസത്തെക്കുറിച്ച് ഷെമിയുടെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിലാണ്.
പ്രത്യേകിച്ച് ഷെമി പറയുന്നത്, ഉമ്മച്ചി ഞാൻ ഫർസാനെ വിളിച്ചിട്ട് വരാമെന്ന് പറയുന്നത് ഓർമ്മയിലുണ്ട്, ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഓർമ്മയിലുണ്ട്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഓർമ്മകളാണ് ഷെമിക്കിപ്പോൾ ഉള്ളത്. 1 കോടിയുടെ സ്വത്താണ് ഉള്ളത്, അത് വിറ്റ് തീർക്കാവുന്ന ബാധ്യതയെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഷെമി പറയുന്നത്. തീർച്ചയായിട്ടും അഫാൻ ഈ ക്രൂരതകളൊക്കെ ചെയ്തു കൂട്ടിയത് ലോണ്, കടം, പണം എങ്ങനെ അടച്ച് തീർക്കും എന്ന ഒരു ആശങ്ക, ആ ഒരു കാര്യത്തിൽ അസ്വസ്ഥനായിരുന്നു. അതിനിടയിൽ ചെയ്തു കൂട്ടിയതാണ് ഈ ക്രൂര കൊലപാതകങ്ങൾ, ആക്രമണങ്ങൾ എന്നൊക്കെ അഫാൻ പറയുന്നുണ്ട്. പക്ഷേ ഉമ്മ പറയുന്നത് ഇത് ആ വീട് അല്ലെങ്കിൽ 1 കോടിയുടെ സ്വത്തുണ്ട്, അത് വിറ്റ് തീർക്കാവുന്ന ബാധ്യത ഉണ്ടായിരുന്നുള്ളൂ എന്നായിരുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലൊരു നീക്കങ്ങൾ നേരത്തെ നടത്തിയിരുന്നെങ്കിൽ എത്രയും ജീവനുകൾ രക്ഷപ്പെടുമായിരുന്നു എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. തൻ്റെ മക്കളില്ലാത്തടത്ത് പോകുന്നില്ല എന്നും ഷെമി വ്യക്തമാക്കി. വെഞ്ഞാറമൂടിലെ സ്നേഹസ്പർശം എന്ന വയോജന കേന്ദ്രത്തിലാണ് ഷെമിയുള്ളത്. പേരുമലയിലെ ആ വീട്ടിലേക്ക് പോകാൻ കഴിയില്ല എന്ന് റഹീം നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. തൻ്റെ മകനെ നഷ്ടമായ ഇടമാണ്, അതായത് ഇളയ മകനെ അഫ്സാനെ അഫാൻ കൊലപ്പെടുത്തിയത് ആ വീട്ടിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് അബ്ദുൾ റഹീം നേരത്തെ തന്നെ വ്യക്തമാക്കി. അതേ നിലപാടിൽ തന്നെ ഷെമിയും ആയിരിക്കുകയാണ്. ആ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, മക്കളില്ലാത്ത ആ വീട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നാണ് ആ ഉമ്മയും പറയുന്നത്. മാത്രമല്ല അഫാൻ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി പണം കടമെടുത്തിരുന്നുവെന്ന് മാതാവ് വെളിപ്പെടുത്തുകയുണ്ടായി. ആക്രമണത്തിന്റെ തലേ ദിവസം തുടർച്ചയായി ഫോൺ കോൾ വന്നിരുന്നു. അന്ന് സംഭവിച്ച പലതിനെക്കുറിച്ചും പകുതി ബോധം മാത്രമേ ഉള്ളൂ. അഫാൻ തന്നെ ബോധരഹിതയാക്കാൻ എന്തോ നൽകിയെന്ന് സംശയിക്കുന്നുണ്ട് എന്നും ഉമ്മ ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഉമ്മ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് മകൻ കഴുത്തിൽ ഷോൾ കുരുക്കി എന്നാണ് ഉമ്മ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ ആക്രമണം നടന്ന ദിവസം 3 കൂട്ടർക്കാണ് പണം നൽകേണ്ടിയിരുന്നത്. ലോൺ ആപ്പിൽ വായ്പ തുക തിരിച്ചടയ്ക്കണമായിരുന്നു, 50,000 രൂപ ബന്ധുവിന് തിരികെ കൊടുക്കണമായിരുന്നു, ജപ്തി ഒഴിവാക്കാൻ സെൻട്രൽ ബാങ്കിൽ പണം തിരിച്ചടയ്ക്കേണ്ടതും ആ ദിവസം തന്നെയായിരുന്നു. ഇക്കാര്യങ്ങളിലൊക്കെ അഫാൻ വളരെയധികം അസ്വസ്ഥനായിരുന്നു എന്നാണ് ഷെമി വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇനി അഫാനോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല എന്ന് ആ ഉമ്മ പറഞ്ഞു വയ്ക്കുകയാണ്. ഞങ്ങളുടെ കുടുംബവും ജീവിതവും തകർത്തു, എൻ്റെ പൊന്നു മോനെ കൊന്നവനാണ്, അവനെ എങ്ങനെ ക്ഷമിക്കും അവനോട് എന്നാണ് മാതാവ് ചോദിക്കുന്നത്. അഫാന് ബന്ധുക്കളിൽ ചിലരോട് വിയോജിപ്പുണ്ടായിരുന്നു, പക്ഷേ ഇത്രമാത്രം, അതായത് കൊലപ്പെടുത്താൻ പാകത്തിന് വൈരാഗ്യമുള്ളതായി അറിയില്ല എന്നാണ് ഷെമിയുടെ വെളിപ്പെടുത്തൽ. കൊല്ലപ്പെട്ട പിതൃ സഹോദരൻ ലത്തീഫിനോട് എതിർപ്പ് പേരുമലയിലെ വീട് വിൽക്കാൻ തടസ്സം നിന്നു എന്നതിനാണ്. സൽമ ബീവിയോട് വലിയ സ്നേഹമായിരുന്നു. മാല പണയം വയ്ക്കാൻ സൽമ ബീവിയോട് ചോദിച്ചിരുന്നു, എന്നാൽ ഇവർ നൽകിയില്ല എന്നതടക്കമുള്ള പ്രതികരണം, ഇതൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞ കാര്യങ്ങളാണ്. അതേസമയം അഫാൻ ജയിലിൽ നല്ല നടപ്പാണെന്ന് വ്യക്തമാക്കി അധികൃതർ രംഗത്ത് വന്നിട്ടുണ്ട്. നിലവിൽ അഫാന് ആത്മഹത്യാ പ്രവണതയില്ല എന്നും ജയിൽ അധികൃതർ അറിയിച്ചു. ആത്മഹത്യാ പ്രവണതയുള്ളതിനാൽ ജയിലിൽ പ്രത്യേക നിരീക്ഷണത്തിലായിരുന്നു അഫാൻ. നിലവിൽ അഫാനെ പാർപ്പിച്ചിരിക്കുന്ന പ്രത്യേക ബ്ലോക്കിലെ നിരീക്ഷണം തുടരാൻ തന്നെയാണ് തീരുമാനം. നിലവിൽ ജയിലിൽ UT ബ്ലോക്കിലാണ് അഫാൻ ഉള്ളത്. എന്നാൽ തനിക്ക് തെറ്റുപറ്റിയതാണെന്നും മാതാപിതാക്കളെ കാണണമെന്നും അഫാൻ ഉദ്യോഗസ്ഥരോട് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹം അഫാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ ആഗ്രഹം ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെ വേണം അബ്ദുൾ റഹീമിൻ്റെയും ഷെമിയുടെയും ഒരു പ്രതികരണത്തിൽ നിന്നും നിലപാടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ അബ്ദുൾ റഹീം അഫാനെ കാണുകയുണ്ടായി. തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ അവിചാരിതമായിട്ടാണ് കണ്ടത്. മകനെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന നിലപാടിൽ ആ പിതാവ് ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തെളിവെടുപ്പ് പ്രതിയുമായി നടത്തിയിരുന്നു. പെപ്സി, മുളകുപൊടി, ചുറ്റിക, ബാഗ് എന്നിവ വാങ്ങിയ കടകളിലും പോലീസ് ഒരിക്കൽ കൂടി പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഫർസാനെ ബൈക്കിൽ കൂടെ കൂട്ടിയ വഴിയിൽ തെളിവെടുത്ത ശേഷം പ്രതിയെ തിരികെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. 3 കേസുകളിലും തെളിവെടുപ്പ് പൂർത്തിയായി. വേഗത്തിൽ കുറ്റപത്രം തയ്യാറാക്കുക, അത് സമർപ്പിക്കുക എന്ന നീക്കത്തിലാണ് അന്വേഷണ സംഘം ആയിരിക്കുന്നത്. ഓടി നടന്ന ഒരു 24-കാരൻ ഒരുപാട് പേരെ, അതും സ്വന്തം ബന്ധത്തിൽപ്പെട്ട ചോരയിൽപ്പെട്ട താൻ ജീവനതുല്യം സ്നേഹിച്ച കാമുകി അടക്കമുള്ളവരെ കൊലപ്പെടുത്തിയത് കേരളത്തിന് പെട്ടെന്ന് മറക്കാനാകില്ല. മാസങ്ങൾ പോലും ആയിട്ടില്ല ഈ സംഭവം നടന്നിട്ട്. 5 ക്രൂര കൊലപാതകങ്ങളാണ് അഫാൻ നടത്തിയത്. മുത്തശ്ശി സൽമ ബീവി, പിതാവിൻ്റെ സഹോദരൻ അബ്ദുൾ റഹീം, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതുപോലെ ഫർസാന, സ്വന്തം അനിയൻ അഫ്സാൻ എന്നിവരെയാണ് അഫാൻ എന്ന 24-കാരൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. മാതാവിനെയാണ് ആദ്യം ആക്രമിച്ചത്. മാതാവ് കൊല്ലപ്പെട്ടു എന്ന് കരുതിയ ശേഷമായിരുന്നു ബാക്കി ആക്രമണങ്ങളൊക്കെ നടത്തിയത്. പക്ഷേ മാതാവ് തലനാരിഴക്കി ആ ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അവർ ബാക്കിയായി ഒരുപാട് സത്യങ്ങൾ അവരിൽ നിന്നും അറിയേണ്ടതായിട്ടുണ്ട്. വയോജന കേന്ദ്രത്തിൽ സംരക്ഷണത്തിൽ കഴിയുന്ന അഫാന്റെ മാതാവ് ഷെമിയെ അന്വേഷണ സംഘം സന്ദർശിക്കുന്ന സാഹചര്യമുണ്ടായി. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മൊഴിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ഈ അസുഖമൊക്കെ ഭേദമായി വരുന്നുണ്ട്.
ആദ്യമൊക്കെ കട്ടിലിൽ നിന്ന് വീണാണ് പരിക്കേറ്റത് എന്ന നിലപാടിലായിരുന്നു അഫാന്റെ ഉമ്മ ഷെമി. പക്ഷേ പിന്നീട് അവർ നിലപാടുകൾ മാറ്റി സത്യം പറയുകയും ചെയ്തു. നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്, എനിക്കതേ ഓർമ്മയുള്ളൂ, ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ്, എനിക്ക് സംഭവിച്ചതും അതുതന്നെയാണ്, എൻ്റെ ഓർമ്മയിലും അതുതന്നെയാണ്. ഇത്തരത്തിലുള്ള ഷെമിയുടെ വാക്കുകൾ മലയാളികൾക്ക് മറക്കാൻ സാധിക്കുകയില്ല. എന്തായാലും ഇപ്പോൾ യഥാർത്ഥ സത്യത്തിലേക്ക് അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിലേക്ക് ആ അമ്മ പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.